അടുത്ത ലെയർ സ്റ്റൈല്. ഞാൻ ബോക്സ് ലെയർ സ്റ്റൈലിന് ബോക്സ് കളറ് ഫില്ലാണെന്നോ ടെക്സ്റ്റ് ലെയർ ആണെന്നോ ഷേപ്പ് ലെയർ ആണെന്നോ അതിന് യാതൊരു ബന്ധമില്ല. ലെയറിനാണ് സ്റ്റൈൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ടൂള് ടൈപ്പ് ചെയ്തു. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഒരു ഷേപ്പ് എലിപ്സ് ടൂൾ വരയ്ക്കണം. സ്ക്വയറിൽ ഒരു സെലക്ഷൻ കൊടുക്കണം. സെലക്ഷൻ്റെ കളർ വന്നിട്ട് വൈറ്റ് കൊടുക്കും. ഓക്കെ. ഒരു റെഡ് കളറിൽ സെലക്ഷൻ ബോക്സും ബ്ലൂ കളറിൽ ഷേപ്പ് സർക്കിളും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ലെയറാണ്. ഇത് ടെക്സ്റ്റ്, ഇത് ഷേപ്പ്, ഇത് പിക്സൽ. സാധാരണ സെലക്ഷൻ വെച്ചിട്ടുള്ള ലെയർ. ഓക്കെ. ഇതിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ഓക്കെ. സ്റ്റൈൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസിൽ സ്റ്റൈൽ എന്നൊരു മെനു ഉണ്ട്. അതിന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ്. എന്താ ഇത് നണ്ണ് ഫസ്റ്റ് നോർമലുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഫസ്റ്റ് കാണുന്നൊരു സ്റ്റൈല് അതിനെ ക്ലിക്ക് ചെയ്തു. ലെയറിനൊരു ആ സ്റ്റൈല് വന്നു. അതേപോലെ ഞാൻ ഷേപ്പിന് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു. ഷേപ്പിനും അതേ സ്റ്റൈല് വന്നു. ആ ലെയറിന് സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്തു. ഓക്കെ. എല്ലാറ്റും കോമൺ ആയിട്ട് തന്നെ ഷേപ്പിനനുസരിച്ച് കളർ സ്റ്റൈല് മാറുന്നതുള്ളൂ. ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഷേപ്പ് ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, സ്റ്റൈല് കോമൺ ആണ്. കാരണം ലെയറിനാണ് സ്റ്റൈൽ കൊടുക്കുന്നത്. ഇത് എവിടെ അപ്ലൈ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ട ഇപ്പോൾ ഈ ബോക്സ് സൈസിനെ എഫക്ട്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഡ്രോപ്പ് ഷാഡോ, ബെവൽ എംബോസ്, ഗ്രേഡിയൻ്റ് ഓവർലേ, സ്ട്രോക്ക് അതേ കണക്ക് തന്നെ എവിടെയും കൊടുത്തിരിക്കുന്നത്. കാരണം ഇതേ സ്റ്റൈൽ തന്നെയാണ് ഇതിലുള്ളത്. കണ്ട. ഓക്കെ. ഇതിൽ ഗ്രേഡിയൻ്റ് ഓവർലേ എന്നുള്ളത് ഞാൻ ഓഫ് ആക്കുകയാണ് ഇവിടെ. കണ്ട എന്തായി? ആ ഗ്രേഡിയൻ്റ് പോയി കഴിഞ്ഞാൽ ആ കളറ് പോയി. അതിൽ സ്ട്രോക്ക് പോയി കഴിഞ്ഞാൽ ആ ഔട്ട്ലൈന് പോയി. ബെവൽ എംബോസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3D ഫീൽ ഉണ്ടാവും, അത് പോയി. ഡ്രോപ്പ് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ പോയി. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഓരോ ഡ്രോപ്പ് ഷാഡോ, ബെവൽ എംബോസ്, സ്ട്രോക്ക്, ഗ്രേഡിയൻ്റ് ഓവർലേ അങ്ങനെ കുറേ എഫക്ട്സ് ഉണ്ട്. ആ എഫക്ട്സുകളൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റൈല് വരുന്നത്. ഓക്കെ. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന ലെയറിൽ തന്നെ വേണമെന്നൊന്നുമില്ല, കണക്കൊന്നുമില്ല. അത് ആർക്ക് ഏതിൽ വേണമെങ്കിൽ കൊടുക്കാം. ലെയർ സ്റ്റൈൽ തന്നെ എടുക്കണം. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ നണ്ണിൽ ക്ലിക്ക് ചെയ്ത് എന്താവും? എല്ലാ സ്റ്റൈലും പോയിട്ടുണ്ടാവും. അവിടെ ടെക്സ്റ്റ് ഇതാണ്ട എല്ലാം പോയി. അതേപോലെ ഷേപ്പിനെ സെലക്ട് ചെയ്തിട്ട് നണ്ണിൽ കൊടുക്കുക, അതും പോയി, ഇതും പോയി. എല്ലാം ക്ലിയറായി. ഇപ്പം എന്തായി? താഴെ എഫക്ട്സ് ഒന്നുമില്ല. ഓക്കെ. അതാണ് ഈ പറഞ്ഞ എഫക്ട്സ് ഒക്കെ വരുന്നത്. ഇതാ ഇവിടെ ലെയർ പാനൽ തൊട്ട് താഴെ എഫക്ട്സ് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. വേണ്ട ഡ്രോപ്പ് ഷാഡോ, ഇന്നർ ഷാഡോ, അങ്ങനെ ഓരോ എഫക്ട്സ് ഉണ്ട് ഇതിൽ. ഓക്കെ. ഇതിൽ ഏതൊക്കെയാണെന്ന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ടെക്സ്റ്റ് ഏതിൽ ലെയർ സെലക്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് റെഡ് ബോക്സിലാണ്. ഇതിൽ ഡ്രോപ്പ് ഷാഡോനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷാഡോ വരും. അതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടി ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ ഡിസ്റ്റൻസ് കൂടും. അത് സ്പ്രെഡ് ആക്കുകയാണെങ്കിൽ സ്പ്രെഡ് ആക്കുക. സൈസ് കൂട്ടി കഴിഞ്ഞാൽ ഷാഡോൻ്റെ സൈസ് കൂടും. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ ലൈറ്റും ഡെപ്തിലും കാണും. ഓക്കെ. അതിൻ്റെ ആംഗിൾ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ മാറ്റാം, ഏത് ഭാഗത്തു നിന്ന് വേണം. ആംഗിൾ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറും. നമുക്ക് ഇവിടുന്ന് നേരിട്ട് പോയിട്ട് മൂവ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഡ്രോപ്പ് ഷാഡോ. ഇന്നർ ഷാഡോ പറയുന്നത് ഡ്രോപ്പ് ഷാഡോ പോലെ തന്നെയാണ്, പക്ഷേ ഷാഡോ വരുന്നത് ആ ഷേപ്പിന് അകത്തായിരിക്കുന്നു മാത്രം. ഓക്കെ. ഷേപ്പിന് അകത്തായിരിക്കും ഷാഡോ ഉണ്ടാവുക. ഗ്ലോ പറയുമ്പോൾ ഷാഡോ ബ്ലാക്ക് ആണ്. ഗ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രകാശത്തിൻ്റെ ഒരു ഓറ പോലെയുള്ള ഒരു സംഭവമാണ്. അതിന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്ക് ആക്കണം, എന്നാലേ കാണുള്ളൂ.
ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ഡാർക്ക് ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ പോകണം. നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാം. അവിടെ ഔട്ടർ ഗ്ലോ കൊടുത്തു കഴിഞ്ഞാൽ സൈസ് കൂട്ടും. കണ്ടില്ലേ? ഇതാണ് ഗ്ലോ. നമുക്ക് കളർ ഇവിടുന്ന് മാറ്റാം. റെഡ് കളറാണെങ്കിൽ ഇതാ റെഡ് കളർ കൊടുത്തു. ഇതാ അതിൻ്റെ ഒപ്പാസിറ്റി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഇന്നർ ഗ്ലോ. ഇന്നർ ഗ്ലോ പറയുന്നത് അകത്തായിരിക്കും വരുന്നത്. അടുത്ത് ബെവൽ എംബോസ്. ഒരു 3D ഫീൽ വരും. കണ്ടാ? ഇവിടെ സ്മൂത്ത് എന്നുള്ളത് ഹാർഡായി കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡായിട്ടുണ്ടാവും. ഓക്കെ, അത് നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. അടുത്തത് സാറ്റിൻ. ഒരു ഒരു ഓയിലി ഫീൽ കിട്ടാനാണ് സാറ്റിൻ. നമ്മൾ കുറച്ച് ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഴുക് പോലെ ഉണ്ടാവില്ല, അതിന് ആ ഫീല് കിട്ടാനാണ് സാറ്റിൻ. അതിന് നമുക്ക് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, സൈസ് കൂട്ടുക. അത് എന്തെങ്കിലും ഒരു അഡീഷണൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായി കാണും. അടുത്തത് കളർ ഓവർലേ. അത് ജസ്റ്റ് കളർ കൊടുക്കണത് അത്ര തന്നെ. ഇപ്പോൾ റെഡ് കളറാണ് ആൾറെഡി ഉള്ളത്. അതിൽ ഗ്രീൻ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആയിരിക്കും അതിൻ്റെ ബേസ് കളർ. റെഡ് കളറിൻ്റെ മുകളിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലത്തെ റെഡ് കളർ മാറ്റി വേറെ ഏത് കളർ കൊടുത്താലും ഗ്രീൻ കളർ മാറില്ല, കാരണം ഓവർലേ ആണ്. അപ്പോൾ ഗ്രീൻ കളർ നമുക്കിവിടെ മാറ്റുക, എന്നാലേ അറിയുള്ളൂ. ഉണ്ടാ അതിൻ്റെ ഒപ്പാസിറ്റി കമ്മിയാകുമ്പോൾ ഉള്ളിലത്തെ റെഡ് കാണുന്നു. അടുത്ത് ഗ്രേഡിയൻ്റ് ഓവർലേ. മൾട്ടിപ്പിൾ കളർ. ഇപ്പോൾ കളർ ഓവർലേ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കളർ. ഗ്രേഡിയൻ്റ് ഓവർലേ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കളർ ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയൻ്റ്, നമുക്ക് ബേസിക് ആയിട്ട് കുറേ ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് കളറേ ഉള്ളൂ. റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് പോണ കളറാണ്. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറ്റാം. അവിടെ മാറ്റി ബ്ലൂ ആക്കാം. കണ്ടാ എന്തായി? ഗ്രീനായി. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ നമുക്കിവിടുന്ന് മാറ്റാം. ഡിസ്റ്റൻസ്, ആംഗിള്, ലീനിയർ എന്നുള്ളത് റേഡിയലാക്കാം, ആംഗിള്, റിഫ്ലക്റ്റഡ്, ഡയമണ്ട്. ഓക്കെ, ഇതൊക്കെ ഗ്രേഡിയൻറ്റിൽ ബേസിക് ആയിട്ട് വരുന്ന ഇതാണ്. ഇത് ഇപ്പോൾ ഗ്രേഡിയൻ്റ് ടൂളിലും ഇതേ തന്നെ സംഭവം. പക്ഷെ കൂടുതൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേഡിയൻ്റ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ ഗ്രേഡിൻ്റെ മൾട്ടിപ്പിൾ കളർ കൊടുക്കണം പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളറും കൂടി ആഡ് ആവും. പിന്നെ ഇത് അവിടെ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു യെല്ലോ കളർ കൊടുത്താൽ യെല്ലോ കളർ വന്നു. അതുപോലെ എത്ര കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് കളർ വേണ്ട പറയുന്നത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വലിച്ചാൽ മതി, കളറ് ഒഴിവായി പോകും. ഓക്കെ, മുകളിൽ കുറച്ച് ബ്ലാക്ക് കളർ കാണില്ലേ? താഴത്തെ കളറ് മുകളിലത്തെ വന്നിട്ട് അതിൻ്റെ കളറിൻ്റെ ഒപ്പാസിറ്റിയാണ്. ട്രാൻസ്പെറൻസി കമ്മിയായി കഴിഞ്ഞാൽ കണ്ട ട്രാൻസ്പെറൻസിയിൽ പോകും. ട്രാൻസ്പെറൻസി ആകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ റെഡ് കളർ പുറത്ത് കാണുകയാണ്. ഓക്കെ, അടുത്ത് പാറ്റേൺ ഓവർലേ. പാറ്റേൺ പറയുന്ന ഗ്രേഡിയൻ്റ് പോലെ തന്നെ നമുക്ക് പിക്ചറുകൾ കൊടുക്കാൻ പറ്റും പാറ്റേൺ ആയിട്ട്. നമുക്കത് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്കെയിലുണ്ട്, അതിൻ്റെ വലുതും ചെറുതും ആക്കാൻ പറ്റും പിക്ചർ. കണ്ട ഒരേ പിക്ചർ തൊട്ട് 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 കൊടുക്കാൻ വേണ്ടിയാണ് പാറ്റേൺ. അവസാനമുള്ളത് സ്ട്രോക്ക്, ഔട്ട്ലൈൻ കളർ. സ്ട്രോക്ക് ഇപ്പോൾ റെഡാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ അറിയാൻ വേണ്ടി ഒരു വൈറ്റ് കൊടുക്കും. ആ ബോക്സിന് ചുറ്റും ഒരു വൈറ്റ് കളർ ഉണ്ട്. അതിൻ്റെ സൈസ് കൂട്ടി കഴിഞ്ഞാൽ ഉണ്ടാ വൈറ്റ് കളർ, അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അത് കൂടും. അടുത്തതിന് പൊസിഷൻ ഔട്ട് സൈഡ്, ഇപ്പോൾ പുറത്താണ് വലുതാകുന്നത്. ഇൻസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അകത്തായിരിക്കും വലുതും ചെറുതാവുന്നത്. സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പകുതി പുറത്തും പകുതി അകത്തും. ആ സ്ട്രോക്കിൻ്റെ കളർ സിംഗിൾ കളറായിട്ട് കൊടുക്കുക. അതേപോലെ ഗ്രേഡിയൻറ്റും കൊടുക്കുക, പാറ്റേണും കൊടുക്കുക, സ്ട്രോക്കിൽ വരുന്ന കളർ. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡലുള്ളത്.